മോർണിംഗ് സർ. വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ? എനിക്ക് നിങ്ങളുടെ മാനേജരെ ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ മാനേജറെ കാണാൻ ബുദ്ധിമുട്ടാവും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വന്നു എന്നറിഞ്ഞാൽ നിങ്ങളുടെ മാനേജരല്ല, ചെയർമാൻ സെൻഗുപ്ത വന്ന് തൊഴുതു നിൽക്കും. റൂബി, Yes, sir. ഇൻട്രൊഡ്യൂസ് മീ. He's Mr. Samuel John Puthentopil Bangalore from Manarkad, Kottayam. സാമുവൽ ജോൺ, SP അക്കൗണ്ട് നമ്പർ 3. You said it. ക്ഷമിക്കണം സർ, പ്ലീസ് സിറ്റ് ഡൗൺ. മാഡം പ്ലീസ് 1 minute സർ, ജസ്റ്റ് 1 minute. I am Ramkumar, branch manager, sir. പേരിലൊന്നും വലിയ കാര്യമില്ല, സർവീസാണ് പ്രധാനം. I am at your service, sir. Then you prove it, man. Please come. Please. സാമുവൽ സാറ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡിപ്പോസിറ്ററാണ്. അതുകൊണ്ട് സ്റ്റാഫിനൊക്കെ ആളെ കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാനൊരു കാഴ്ച വസ്തുവല്ല. It's very hot. Take your seat. നിങ്ങളുടെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററായ സാമുവൽ ജോൺ ഞാൻ തന്നെയാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? നിങ്ങൾ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ? താനെന്നല്ല, തനിക്ക് മുമ്പുണ്ടായിരുന്ന മാനേജർമാര് പോലും എന്നെ അറിയത്തില്ല. ഞങ്ങളെ ഡെപ്പോസിറ്റ് ചേർത്തത് അന്നത്തെ ബാങ്ക് ചെയർമാനായിരുന്ന സമ്മർ ഗംഗോലി. അതും നമ്മുടെ ഹൗസിൽ വന്നാ ചേർത്തത്. That was in 1965. അന്ന് എനിക്ക് പാലക്കാട്ട് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, കാപ്പിയുടെ. റൂബിയെ, Yes, sir. അതൊക്കെ ഒന്നെടുത്ത് കാണിച്ചു കൊടുത്താട്ടെ. ഇത് സാറിന്റെ പാസ്പോർട്ട്, റേഷൻ കാർഡ്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്. ഇത് സാറിന്റെ റോട്ടറി ക്ലബ് കാർഡ്. ബുഷ് നമ്മുടെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചപ്പോ എടുത്ത ഫോട്ടോ അങ്ങ് എടുത്ത് കാണിക്കണി വേണേ. ഏത് ബുഷ്? അമേരിക്കയിലെ രാജീവ് ഗാന്ധി. സാറിനെ പോലൊരാളുടെ ഐഡന്റിറ്റി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അത് സങ്കടമാണ്. സങ്കടപ്പെടണ്ട. യു ആർ ഡൂയിങ് യുവർ ഡ്യൂട്ടി. ഞാനിവരെ ഒന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതെന്റെ ഭാര്യ ചേച്ചക്കുഞ്ഞ്. ഹായ്. പൂച്ചക്കുഞ്ഞല്ല, ചേച്ചക്കുഞ്ഞ്. ഇതെന്റെ സെക്രട്ടറി റൂബി കുഞ്ഞ്. തൊടാതെ സംസാരിച്ചോടെ മനുഷ്യ. എന്റെ കണ്ണ് തെറ്റിയ ഇതിയാന്റെ കൈ സെക്രട്ടറിയുടെ ദേഹത്താ. ബിഹേവ് യുവർ സെൽഫ് ചേച്ചേ. മാനേരെ, എനിക്കൊരു ചെക്ക് ലീഫ് വേണം. ഒരു ചെക്ക് ലീഫിങ് കൊണ്ടുവരും. ഞങ്ങളുടെ പിള്ളേരെല്ലാം അങ്ങ് USA അവന്മാർക്കൊന്നും മടങ്ങി വരാൻ യാതൊരു ഉദ്ദേശവും ഇല്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പോവുക. ഇവിടെ ഇതിന് മാത്രം പണം കുന്നുകൂട്ടിയിട്ട് എന്നെ എടുക്കാനാ? അത് വല്ല നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ മേലായോ? ആ ചെക്കിങ് തന്നെ. വല്യപ്പച്ചോ, ഒപ്പിടട്ടോ? നീ ധൈര്യമായിട്ട് ഒപ്പിടാ കൊച്ചുബേബി. കള്ള ഉപ്പിന്റെ ആശാനായിരുന്ന അറക്കളം പീലിയുടെ കൊച്ചുമോനാ നീ. എങ്ങനെയുണ്ട് എന്റെ ഒപ്പ്? കളകിട്ടുണ്ട് മോനെ. എത്ര രൂപയ്ക്ക് ചെക്ക് എഴുതണം വല്യപ്പച്ച? നീ ഒരു 9 കോടിക്ക് എഴുത്. പക്ഷെ ഫാക്ടറി മേടിക്കാൻ 5 കോടി മതിയല്ലോ. നീ എഴുതടാ ചേർക്ക. ബാക്കി കാശുകൊണ്ട് വേറെ ചില പുണ്യപ്രവൃത്തികൾ ചെയ്യാനുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്നാ പിന്നെ 10 തികച്ച് എഴുതട്ടെ. അവന്റെ അക്കൗണ്ട് അടപടലേ ക്ലോസ് ചെയ്യാം. ഏയ്, അത് പ്രാക്ക് കിട്ടുന്ന പണിയാവട്ടാ. പണ്ട് ഭണ്ഡാരക്കുറ്റി പൊളിക്കുമ്പോഴും ഞങ്ങള് ചില്ലറകൾ അവിടെ ഇട്ടേക്കും. അതാ അതിന്റെ ഒരു ശരി. മോഷണം സത്യമുള്ളൊരു തൊഴിലാ മോനെ. ഓക്കെ, റൈറ്റ്. റൂബി, Sir. 9 crores. സാർ, ഇത്? യെസ്, 9 crores, 9 കോടി. സാർ, ഒരു സിംഗിൾ ചെക്കിൽ ഇത്രയും വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെയർ. യെസ്, ഇറ്റ് ഈസ് റെയർ ബട്ട് നോട്ട് ഇമ്പോസിബിൾ. ഈ SB അക്കൗണ്ടിന്റെ സുഖം എന്ന് പറയുന്ന അതാ. 10 പൈസ മുതൽ എത്ര കോടി വേണേലും ഒറ്റ ചെക്ക് മതി. നിയമതടസ്സം വല്ലതുണ്ടോ? നോ, നത്തിങ് സർ. പക്ഷേ വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഇത്രയും വലിയ തുക ഒരു ബാങ്കിലും സൂക്ഷിച്ചു വെക്കാറില്ല. നിങ്ങൾക്ക് ചിലപ്പോ സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള മറ്റ് ബാങ്കുകളിൽ നിന്നുകൂടി പണം അറേഞ്ച് ചെയ്യേണ്ടി വരും. അതിന് നിയമതടസ്സം വല്ലതുണ്ടോ? നോ സർ. Then hurry up, man. നമ്മുടെ ഭാഗത്ത് ഒരു ചെറിയ കുഴപ്പമുണ്ട്.
ഇന്നലെ ഒന്ന് വിളിച്ച് പറയേണ്ടതായിരുന്നു. അതിന് രാവിലെ അല്ലേ സർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? കൈ മാറ്റടി അസത്തെ. സാർ ആ, എന്നാ? ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓ. മാക്സിമം ഹാഫ് ആൻ അവർ. ഓ ഓ ഓ അയ്യോ, അവൻ പോലീസിനെ വിളിക്കാൻ പോയതാണോ? വേട അവൻ റീജിയണൽ മാനേജറെ വിളിക്കും. ഏറിപ്പോയ സോണൽ മാനേജർ. ഇത്രയും വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ മാനേജർക്ക് ചെയ്യണമല്ലയോ? അയാൾ ഈപ്പനെ വിളിച്ചാലോ? നിയമപരമായി സാമുവൽ ജോണിന്റെ അക്കൗണ്ടുമായിട്ട് ഈപ്പന് ബന്ധമൊന്നുമില്ല. പക്ഷേ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈപ്പൻ ആയതുകൊണ്ട് മാനേജരെ വിളിക്കാൻ സാധ്യതയുണ്ട്. കുഴപ്പാവോടാ പൊടിയാ. മീനു, ലെറ്റ് us wait and see. Yes, Regional Manager, Oriental Central Bank. What? 9 കോടിയോ? ഓക്കെ, ആസ് പെർ റൂൾ നമ്മൾ പണം കൊടുത്തേ പറ്റൂ. എന്നാലും ഒരു സിംഗിൾ ചെക്കിൽ ഇത്രയും വലിയ തുകയെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റയറസ്റ്റ് ഓഫ് എ റയർ ഇൻസിഡന്റ്. അയാളുടെ ഐഡന്റിഫിക്കേഷൻസ് കറക്റ്റ് ആണല്ലോ? ഫോർജറി അല്ലല്ലോ? പാസ്പോർട്ട് ഐഡന്റിഫിക്കേഷൻ കാർഡ്സ് എല്ലാം കറക്റ്റാണ് സാർ. എന്നാലും എനിക്കൊരു പേടി. സാറൊന്ന് ഇവിടെ വരെ വരണം. അബദ്ധം പറ്റിയ എന്റെ 7 ജന്മം കൊണ്ട് തിരുത്താൻ പറ്റില്ല സാർ. ഓക്കെ, ഞാൻ വരാം. താൻ ഏതായാലും എസ് ബി ഐയിൽ വിളിച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യും. കൊടുക്കുന്നത് ഞാൻ വന്നിട്ട് മതി. എന്തായാലും ഈപ്പൻ മുതലാളി ഒന്ന് വിളിക്കാം. അങ്ങേരുടെ കക്ഷിയാണല്ലോ സാമുവൽ ജോൺ. ഹലോ, ഈപ്പൻ സാറല്ലേ? ഞാൻ മകനാണ് പീറ്റർ. ഞാൻ തോമസ് മാത്യു, ഓറിയന്റൽ ബാങ്കിന്റെ റീജിയണൽ മാനേജറാണ്. അപ്പൻ കുളിക്കാണ്. ഒന്ന് ഹോൾഡ് ചെയ്യൂ, ഞാൻ നോക്കട്ടെ. ആ അപ്പ, ആ ഓറിയന്റൽ ബാങ്കിന് റീജിയണൽ മാനേജർ വിളിക്കുന്നു. ബാങ്ക് വരെ ഒന്ന് ചെല്ലണമെന്ന്. എന്താ കാര്യം? കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. അപ്പനോടൊന്ന് ചെല്ലാൻ പറഞ്ഞു വേഗം. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ. ആ സക്കീർ അലിയും അവന്റെ അപ്പനും കാത്തു നിന്ന് ബോറടിക്കണ്ട. കാശ് എന്താ വാങ്ങിച്ചോ, ഞാൻ വരാൻ കാത്തു നിൽക്കണ്ട. ഒപ്പിടാനുള്ള കടലാസുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ആ, ഉണ്ട്. ആ എന്നാ ചെല്ല്. വാടാ. ഹലോ, ഈപ്പൻ ഹിയർ. നോ, ഒരിക്കലും ഇല്ല. നോ ചാൻസ്. വന്നവരാരായാലും കള്ളനാണവൻ, പെരുകള്ളൻ. അത് സാമുവൽ ജോൺ അല്ല. സാമുവൽ ജോൺ അല്ലേ? വേറൊന്നുമല്ല സാർ, കാലം വല്ലാത്തതാ. വന്നവൻ ആൾമാറാട്ടക്കാരനല്ലെന്ന് ഉറപ്പുവരുത്തണമല്ലോ. സാമുവൽ അച്ചായനെ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കണ്ടതാ. എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. എന്തായാലും ഞാൻ വന്നിട്ട് കാശ് കൊടുത്താൽ മതി. പീറ്ററേ, പീറ്ററേ. ദേ പോയി. പൊടിയാ, പോലീസ്. ബേബിച്ചായ, നമുക്ക് മുങ്ങാം. ഏയ്, അത് നമ്മുടെ പണത്തിന് എസ്കോട്ട് വന്ന പോലീസല്ലേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കക്ഷി എവിടെ? മുറിക്കാത്തുണ്ട്, വരണം. എനിക്കെന്തോ വല്ലാത്തൊരു വെപ്രാളം. പ്രശ്നത്തെ ആണോ ആവോ? പ്രായത്തിന്റെയാ? വയസ്സ് 19 ആയില്ലേ? 32. അത് കഴിഞ്ഞ മാസം. എന്താ ഇത്ര താമസം? ഇവരൊന്ന് എണ്ണി പഠിക്കാണോ? എടി എണ്ണി അങ്ങോട്ട് തള്ളാൻ. ഇത് ചീമൊട്ടയല്ല, ദേ. പൂവായ 1000ന്റെ കെട്ട്. കണ്ടിട്ട് ഡീസന്റ് അല്ലേ? ഓവേ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്ന് തോന്നുന്നു. ബാങ്കുകാർക്ക് സംശയം തോന്നി കാണും. ബേബിച്ചായ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ജോൺ സാമുവൽ അപ്പോൾ സാറിനെ കോൺടാക്ട് ചെയ്തതേ ഇല്ലേ? ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല സാറേ. അങ്ങേരിങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഓടി വന്ന് കണ്ടമാനം കാശ് വലിക്കുന്ന ടൈപ്പല്ല. ഇതേതോ തട്ടിപ്പുകാരനാ. കൊന്നു തള്ളും ഞാൻ അവനെ. മേലും കീഴും നോക്കാതെ പണിയെടുത്തുണ്ടാക്കിയ കാശാ. അതിങ്ങനെ കണ്ണി കണ്ടവൻ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. സാർ തോക്ക്, കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കും. സർ പ്ലീസ്, വന്നത് തട്ടിപ്പേരാണെങ്കിലും നമുക്ക് വഴിയുണ്ട്. പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസാ? അതെന്തിനു പോലീസിൽ പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടല്ല. പിന്നെ
കറൻസിക്ക് എസ്കോട്ട് വന്നതാ. പാർട്ടീസ് എവിടെ? അകത്തുണ്ട്. ഇപ്പ താൻ എന്താടോ ഇപ്പ ഒരുമാതിരി പൊന്ന് കളഞ്ഞു പോയ ജൂവലറിക്കാരന്റെ മാതിരി? തനിക്ക് എന്നെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ലല്ലേ ഡാർലിംഗ്? ഇയാൾക്ക് എന്നെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. അതെ അതെ, അറിയാത്ത പിള്ളിക്ക് അറിയുമ്പോ ചൊറിയും. ഡാർലിംഗ്, തനിക്ക് എന്നാ പറ്റിയോടോ കോപ്പേ? നമ്മൾ ഈ ഡെപ്പോസിറ്റ് പിൻവലിക്കുന്നത് ഈ പനപ്പാപ്പനെ തീരെ പിടിച്ചിട്ടില്ല സർ. ഈ പനപ്പാപ്പൻ നിന്റെ അമ്മ. ഈ പനത് എങ്ങനെ ഇഷ്ടപ്പെടും എന്റെ റൂബി? 40-40 കൊല്ലമായിട്ട് സ്വന്തം പോലെ കൊണ്ടു നടന്ന അക്കൗണ്ട് അല്ലയോ ഈപ്പച്ചോ? തക്കതായ ഒരു കാര്യത്തിന് വേണ്ടിയാ ഞാൻ ആ അക്കൗണ്ട് പിൻവലിക്കുന്നത്. അത് ഞാൻ പിന്നീട് പറയാം. സത്യം പറഞ്ഞ ഈപ്പനെ അറിയിക്കാതെ കാര്യം നടത്തണമെന്നായിരുന്നു എന്റെ മനസ്സിൽ. ഈ മാനേജർ അതങ്ങ് പൊളിച്ചു കളഞ്ഞു. ഇവര് തന്നെ വിളിച്ചു വരുത്തി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഉവ്വ്, വന്നത് ഒറിജിനൽ സാമുവലാണോന്ന് അവർക്കൊരു സംശയം. ഇപ്പൊ സംശയം മാറിയേ. എന്നാ നിങ്ങളൊന്നും അങ്ങോട്ട് പോയാട്ടെ, ഞങ്ങൾക്കൊരല്പം സംസാരിക്കാനുണ്ട്. അവിടെ നിക്കടോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. താനിതെങ്ങോട്ട് പോവാടോ? എത്ര നാളായടോ ഒന്ന് അടുത്ത് കണ്ടിട്ട്? എന്നെ ഒറ്റിയാ തന്റെ ആപ്പീസ് ഞാൻ പൂട്ടും. എങ്ങനെ? സാമുവൽ ജോൺ തന്റെ സൃഷ്ടിയാണെന്ന് ഞാൻ വിളിച്ചു പോവും. 40 കൊല്ലത്തെ ഫോർജറിക്ക് മിനിമം 10 കൊല്ലം താനകത്ത. അതോ ഇവന്മാരെല്ലാം കൂടി അറിഞ്ഞിട്ടുള്ള കള്ളക്കളിയാണോ? ഇവർക്കൊന്നും അറിയില്ല, പറയണോ? വേണ്ട. ഇതെന്നതാ? അത് ടോർച്ചാട്ടാ. ഇത് ഞാനന്ന് പ്രസന്റ് ചെയ്ത തോക്കല്ലയോ തന്റെ ഷഷ്ടി പൂർത്തിക്ക്. ഡാർലിംഗ്, സീ ദിസ് ഗൺ. അല്ല, നിങ്ങൾ പോയില്ലയോ? സംശയമൊക്കെ തീർന്നു? അതോ തീർന്നില്ലയോ? ഈ കണ്ടീഷനിൽ ഇനി എന്നെ നോക്കിയിട്ട് എന്താ കാര്യം? നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഗുഡ്, വേഗം ചെല്ല്. എന്നിട്ട് ആ പണം റെഡിയാക്ക്. ഞങ്ങൾക്ക് ഒരല്പം ധൃതിയുണ്ട്. പന്നി നായിന്റെ മോനെ. അല്ല, അറക്കളം പീലിയുടെ കൊച്ചുമോൻ, അറക്കളം ബേബി. എനിക്ക് തന്നോട് പഴയ കണക്ക് തീർക്കാനുണ്ട്. ഇതൊരു സാമ്പിൾ വെടിക്കട്ട. എന്റെ പീരിച്ചായനെ കൊന്നതിന് ബാക്കിയുള്ള ദൈവം തന്നോളൂ. ഈപ്പച്ച, എനിക്ക് തന്നെ മേല് നോക്കണമെന്നില്ല. പക്ഷേ കുണ്ടുകുഴിയിൽ ഇട്ടിയുടെ പരമ്പര ഞാൻ കുളം തോണ്ടും. തെണ്ടി തിന്നാനുള്ള ആരോഗ്യം വിട്ടുതരും അപ്പനും മക്കൾക്കും. അത്ര മാത്രം. അനുസരിക്കുക. ഞാൻ പറയുന്നത് അക്ഷരം വിടാതെ അനുസരിക്കുക. അല്ലെങ്കിൽ മരിക്കുക ഓരോരുത്തരായി. അനുസരിക്കുന്നതല്ലേ എനിക്ക് നല്ലത്. തീർച്ചയായിട്ടും. ഹലോ, ഞാനാ ദീപു. ഓക്കെ 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 ഓക്കെ. ആരാടാ? ബേബി ചേനാ, അകത്തേക്ക് ചെല്ലാൻ. ബാലു, ഇവരാരാ? ഇത് നമ്മുടെ പിള്ളേരാ. പിള്ളേരെന്ന് പറയുമ്പോ പരിമല കെട്ടിച്ച മൂത്ത പെങ്ങടെ മൂത്ത മകന്റെ മക്കളാ. ആ കുടുംബത്തിൽ കംപ്ലീറ്റ് അരട്ടകളാ. കണ്ടില്ലേ, 3 മൂന്നെത്തിയിരിക്കുന്നു. പെങ്ങളെ താൻ അറിയും. ഉവ്വ്, എല്ലാവരും ഞാൻ അറിയും. ഇനി ഞാൻ ഓർമ്മയിൽ വെച്ചോളാം. അത് നീ ചുമ്മാ പറയൂല. എന്നാലും നീ മറക്കും. എല്ലാവരും ആയുധങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എടുത്തു. ആയുധങ്ങളാ? പിള്ളേരെ കയ്യിൽ ഇതുപോലെ ഓരോന്ന് കൊടുത്തിട്ടുണ്ടേ. രൂപ 1 2 അല്ല. നേരാ, കാലം വല്ലാത്തതാ. തോക്കുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു മനസ്സമാധാനം. കൊള്ളാവുന്ന തസ്കരന്മാര് വന്നാ തോക്ക് അവന്മാര് കൊണ്ടുപോകും. Come on children, take the bags. We are moving. Thank you for everything. വീണ്ടും കാണാം. ഈപ്പച്ച, താനും പാടൂ. ഞാൻ എന്തിനാ വരണേ? എനിക്ക് പിന്നെ ഇവിടെ എന്നാ കാര്യം? ഇന്ന് എന്നെ കൊണ്ടോണോ ഇത് മുഴുവനും? താൻ പാടൂ. എവിടേക്ക്? സിനിമ കാണാൻ. ഇതേ തിരികെ എടുത്ത് ഫയർ ചെയ്യാൻ എനിക്ക് 1.5 സെക്കൻഡ് മതി. ഐ എം എ ട്രെയിൻഡ് ക്രിമിനൽ. ഇപ്പ നിനക്ക് വെള്ളമൊറ്റ കുടിക്കണോ? വേണ്ട. വേണ്ടേ? അപ്പൊ നിങ്ങൾ വിട്ടോ. നമ്മളെങ്ങോട്ടാ? തന്റെ കോർപ്പറേറ്റ് ഓഫീസിലോട്ട്.